കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുവേലക്കാരനായ എൻ്റെ സ്നേഹവന്ദനം. നമ്മ തിരുവചന ധ്യാനത്തിൻ്റെ 13ാമത്തെ ദിവസത്തിലേക്ക് 14ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നു. കഴിഞ്ഞ 13 ദിവസത്തെയും വചനധ്യാനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ അത് വളരെ അനുഗ്രഹമായി തീർന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും വർഷിപ്പ് ലീഡിങ്ങിലും പ്രെയർ ലീഡിങ്ങിലും ഒക്കെ ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ വ്യാപരിച്ച ദൈവകൃപ കാണാൻ കഴിയുന്നുണ്ട്. തിരുവചനത്തിൽ കാണുന്നത് ബർണ്ണബാസ് ചെന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ പിന്നിട്ട് 13 ദിവസം സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കേട്ടിട്ട് അതിൻ്റെ പ്രതികരണങ്ങൾ പലരിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് ഈ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് കേൾപ്പാനിടയായത്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള ആ വിശപ്പ് ദൈവം അയച്ചത് കൊണ്ടാണ് ആത്മീയ വിശപ്പുണ്ടായത്. നിശ്ചയമായും ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറന്നത് കൊണ്ടാണ് ഇത് മേൽത്തരമായതാണ്, തേനിലും തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ബുദ്ധിയെ തുറന്നത് കൊണ്ടാണ് നമുക്കിത് ഗ്രഹിപ്പാനായി കഴിഞ്ഞത്. അതുകൊണ്ട് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കുകയും അതേ തിരുവചനത്തിൻ്റെ ആ ശക്തിയും അതേ മഹത്വവും നമ്മുടെ ശരീരാത്മതകളിൽ വ്യാപരിക്കുകയും നിരവധി പരാതികളും സങ്കടങ്ങളും പെറുപെറുപ്പും ഒക്കെ നമ്മളിൽ നിന്ന് വചനത്തിൻ്റെ ശക്തി പുറത്താക്കി പ്രത്യാശയുടെ പൂർണ്ണ ധൈര്യം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് നൽകുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല കർത്തൃദാസന്മാർ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ ലീഡർഷിപ്പിലെ ക്വാളിറ്റീസിനെ കുറിച്ച് ഒക്കെയുള്ള നെഹമ്യാവിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ പാഠങ്ങളിൽ ഒക്കെ പല ദൈവദാസന്മാരും എനിക്ക് മെസ്സേജ് ഇടുവാനിടയായി തീർന്നു. അവരുടെ മിനിസ്ട്രിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുവാനിടയായി. ചിലർ ഇട്ടത് ഫീൽഡ് വിട്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നിയെടുത്ത് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ബലം കിട്ടി, ധൈര്യം കിട്ടി, പ്രാർത്ഥനയുടെ തലം തന്നെ മാറാനിടയായി. നീണ്ട സമയങ്ങൾ വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞിരുന്ന ക്യാരക്ടർ നിർത്തി കിട്ടുന്ന സമയമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് വേഗം പ്രാർത്ഥനയിലേക്ക് പ്രവേശിപ്പാനുള്ള വലിയ പ്രചോദനം കിട്ടിയെന്നും മാത്രമല്ല അവരുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക് തന്നെ വ്യത്യാസമായെന്നും ഒരു മാംസമുള്ള ഹൃദയത്തോടും തികഞ്ഞ ആവശ്യബോധത്തോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി തനിക്ക് അവർക്ക് പ്രേരണ കിട്ടിയെന്നുമൊക്കെ എനിക്ക് മെസ്സേജുകൾ ഇടാനിടയായി. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവ് ചെയ്യുന്ന എല്ലാ മാറ്റങ്ങൾക്കും നിങ്ങളിൽ വരുത്തുന്ന എല്ലാ സ്വർഗീയ പരിവർത്തനങ്ങൾക്കും അമൂല്യമായ കാഴ്ചപ്പാടുകൾക്കും എല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശുവിൻ്റെ രക്തം ജയം ആത്മനിറവോടുകൂടി നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. തികഞ്ഞ കാഴ്ചപ്പാടുള്ളവരായി തന്നെ പോകണം. അടുത്ത തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ നിയോഗം ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ക്ലാസ്സുകളിലും നിങ്ങൾ സംബന്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. വെളുപ്പാങ്കാലത്ത് 2 മണിക്കും 2:30ക്കും ഒക്കെ ഉള്ള സമയങ്ങളിലാണ് പ്രിയ ബ്ലസൻ അതുപോലെ എലിസബത്ത് ഇവരുടെയൊക്കെ സ്ഥലങ്ങൾ ഇപ്പം വെളുപ്പാങ്കാലത്ത് ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ അവർ ദാഹത്തോടെ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് പോലെ പലപ്പോഴും നാം പുകയത്ത് വെച്ച തുരുത്തി പോലെ ആണെങ്കിലും അത് വേഴാമ്പലിനെ പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ഒരു അവസരമായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. യെശയ്യാ പ്രവചനം 9:1 പറയുന്നു, എന്നാൽ കഷ്ടതയുടെ ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും
അത് ദൈവം അറിയാതെയല്ല എന്ന ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. ഇന്ന് പ്രഭാതത്തിലും ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകം കത്തിക്കൊണ്ടിരിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിലോ വചന പഠന സമയങ്ങളിലോ ഒന്നും പിശാചിന് സ്പേസ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇന്റർവെൽ ടൈം ആണ്, അല്ലെങ്കിൽ ആശീർവാദം പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, നിങ്ങളുടെ ഭൗതിക ജോലിയിലാകുമ്പോൾ, നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലാകുമ്പോൾ, നിങ്ങളുടെ പ്രൊഫഷനിൽ, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒക്കെ ആയിരിക്കുമ്പോൾ അതവൻ ഇന്റർവെൽ ടൈം ആണെന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി അലർട്ടായിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദുർബലമായ ഭാഗങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ക്യാരക്ടറിൽ എവിടെയെങ്കിലും ബലഹീനമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോളിലൂടെ അവൻ എൻട്രി ചെയ്യാൻ ധാരാളം അവസരങ്ങൾ സാത്താൻ നോക്കിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം നിങ്ങൾ വളരെ സൂക്ഷിച്ചിരിക്കണം. എപ്പോഴും നമ്മെ ഭരിക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പൈതലാണ് ഞാൻ ദൈവത്തിന്റെ ശബ്ദമായി തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്, ആത്മാവിൽ കാണേണ്ടവളാണ്, ദൈവം കണ്ടവരെ ഞാൻ കണ്ടെത്തേണ്ടവളാണ്, ദൈവം കണ്ടവരെ ഞാൻ കണ്ടെത്തേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ബർന്നബാസിനെ പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളിൽ ചിലർക്ക് ദൈവം തൊട്ടതിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടായിരിക്കും. ചിലപ്പോൾ അന്ത്രയാസിനെ പോലെ ആയിരിക്കും തന്റെ സ്വന്തം സഹോദരനായ ശീമോനെ കൊണ്ട് ചെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരിക്കാം. ആമേൻ. മറ്റു ചിലർ വല നന്നാക്കുന്നവരായിരുന്നു, കർത്താവ് അവരെ വിളിച്ചു. ആമേൻ. മീൻ പിടിക്കുന്നവരെ വിളിച്ചു, അതേ വല നന്നാക്കുന്നവരെ വിളിച്ചു. അപ്പോൾ കർത്താവ് വ്യത്യസ്തമായ നിലകളിലായിരിക്കും നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും നാം തിരിച്ചറിയണം. ലെറ്റ് us come back to the scripture. നമ്മൾ 6-ാം അധ്യായത്തിൽ നിന്നാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചു വന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന ഭാഗം 6-ാം അധ്യായം അതിന്റെ 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ചിന്തിക്കുന്നത്. നമുക്ക് അതിന്റെ ആരംഭവാക്യം, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് എലൂൻ മാസം 25-ാം തീയതി തീർത്തു. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. 52 ദിവസം കൊണ്ട് മതില് പണിത് തീർത്തു. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, വളരെ ശ്രദ്ധയോട് വളരെ കാഴ്ചപ്പാടോടുകൂടിയാണ് നാം ഈ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിച്ചു വരുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നെഹമ്യാവിനെ അപ്സെറ്റാക്കിയ കാര്യം, ഇസ്രായേലിൽ നിന്ന്, ജെറൂസലേമിൽ നിന്ന് കടന്നു വന്ന ചില സഹോദരന്മാരിൽ നിന്ന് കേട്ട സാക്ഷ്യമാണ് തന്നെ ഏറ്റവും കൂടുതൽ, ദാറ്റ് വാസ് ദ മോസ്റ്റ് അപ്സെറ്റിലേക്ക് തന്നെ നയിച്ചത് ആ ഒരു സാക്ഷ്യമായിരുന്നു. ആ സാക്ഷ്യം തന്നെ ദൈവസന്നിധിയിൽ കരയുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുവാനിടയായി. നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ കേൾക്കുന്ന ചില സാക്ഷ്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ നൽകുന്നത്, നിയോഗം നൽകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. തൻ്റെ ഉള്ളിൽ കിട്ടിയ ആ ആത്മഭാരം, ആ കരച്ചിൽ ഒരു ആത്മഭാരത്തിലേക്ക് നയിപ്പാനിടയായി. ആ ആത്മഭാരം തന്നയ്ക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ആ ലെവല് മാറ്റാനിടയായി. ആമീൻ. താൻ പാനപാത്രവാഹകനായിരുന്ന ഒരുവനെ ദൈവം തൻ്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ തലങ്ങളെ വ്യത്യാസപ്പെടുത്താനിടയായി. ദൈവം ഓരോരുത്തരെയും ഒരുക്കുന്നതും മെരുക്കുന്നതും ശുദ്ധീകരിക്കുന്നതും നിർമ്മലീകരിക്കുന്നതും ഷെയ്പ്പ് ചെയ്യുന്നതും ഷാർപ്പ് ചെയ്യുന്നതും വ്യത്യസ്ത മുഖാന്തരങ്ങളിലൂടെയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തൻ്റെ ഉള്ളിൽ കിട്ടിയ ആത്മീയ ബോധ്യം എന്താണ്? I am the right person to rebuild the wall of Jerusalem. Praise God. എന്നെയാണ് ഈ മതില് പൊളിഞ്ഞു പോയത് പണിയാനായി
എന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പുതിയ നിയമ വെളിച്ചത്തിൽ നോക്കിയാൽ ഈ മതിൽ ഓരോ ഭവനത്തിന്റെയും പ്രാർത്ഥനയുടെ മതിലായിട്ട് നമുക്ക് കാണാം. ഓരോ ചർച്ചിന്റെയും പ്രാർത്ഥനയുടെ മതിലായിട്ട് കാണാം. ഓരോ ദേശത്തിന്റെയും പ്രാർത്ഥനയുടെ മതിലായിട്ട് കാണാം. തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇടിവിൽ കയറിയിട്ടില്ല, ആരും പക്ഷപാതം ചെയ്യാൻ ഇല്ലായകിയാൽ അവൻ ആശ്ചര്യപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാൻ മോശ പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ അവരെ വേഗത്തിൽ നശിപ്പിക്കുമായിരുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നവരായി ജീവിക്കുക. ആമേൻ. നിങ്ങൾ ഒന്നും ചെയ്തില്ലേലും ദൈവവചനപ്രകാരം നാം ജീവിച്ചാൽ അനേകർക്ക് വായിക്കാനുള്ള ക്രിസ്തുവിന്റെ പത്രമായി, സുവിശേഷമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടും. പ്രൈസ് ഗോഡ്. നിങ്ങളെ ഒരു ദേശത്ത് ദൈവം ആക്കിയിരിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് ദൈവത്തിന് വേണ്ടി അവിടെ പ്രകാശിക്കുക. പ്രൈസ് ഗോഡ്. ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, പ്രൈസ് ഗോഡ്, ഒന്നേസിമോസിനെ പോലെ അനേകരുടെ മനസ്സ് തണുപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. നിങ്ങൾ ഉണരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യം, God make me blessed to somebody. ആമേൻ, ആമേൻ. Make me blessing to somebody. ഇന്ന് എൻ്റെ ജീവിതത്തെ ഒരാൾക്കെങ്കിലും ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ ഉണരേണ്ടത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, തന്നെ അപ്സെറ്റ് ആക്കിയ വിഷയം എന്ന് പറയുന്നത് സാക്ഷ്യമാണ്. ആ സാക്ഷ്യമാണ് അവൻ ആ നെഹമ്യാവിന്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനിടയായത്. ആ പ്രാർത്ഥനയിലൂടെ താൻ കയറിയപ്പോൾ തനിക്ക് ഒന്നാമത് ലഭിച്ചത് ഒരു ഡിവൈൻ കോളിംഗ് ആണ്. പ്രൈസ് ലോർഡ്. ആമേൻ. ആ ഉയരത്തിലെ വിളിയാണ് തനിക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നത്. ആ ഒരു പ്രാർത്ഥനാ ജീവിതം അവന്റെ വേദനകൾ, യെരൂശലേമിന്റെ തകർച്ച, തകർന്നുപോയ മതിൽ അവന്റെ വേദനയായി അവനെടുത്ത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെന്നു. പ്രൈസ് ഗോഡ്. പലപ്പോഴും മറ്റുള്ളവരുടെ പെയിൻ എടുക്കാൻ ചില സമയത്ത് ദൈവം നമ്മളെ അനുവദിക്കും. ഓ ജീസസ്. എന്തുകൊണ്ട്? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. പ്രൈസ് ഗോഡ്. അജു ലീഡ് ചെയ്തപ്പോൾ ആത്മനിയോഗത്തിൽ ഓരോ വാക്കുകളും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കാണുമല്ലോ. ഓരോരുത്തരുടെ ഉള്ളിൽ നൽകുന്ന ബർഡൻ ഓഫ് ദ പെരിഷിംഗ് സോൾസ്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. നിങ്ങളെ എന്തിനാണ് ആ പോസ്റ്റിൽ ആക്കിയിരിക്കുന്നത്? നിങ്ങളെ എന്തിനാണ് ഓരോ രാജ്യത്തും ആക്കിയിരിക്കുന്നത്, ഓരോ സ്ഥലത്താക്കിയിരിക്കുന്നത്? നിങ്ങളുടെ കരം സ്പർശിക്കുമ്പോൾ ചിലർക്ക് സൗഖ്യമുണ്ടാകണം. നിങ്ങളുടെ അധരം തുറക്കുമ്പോൾ ചിലർക്ക് സ്വസ്ഥത കിട്ടണം, ചിലർക്ക് സമാധാനം കിട്ടണം, ആശ്വാസം കിട്ടണം. നിങ്ങൾ കണ്ടെത്തിയ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ചൂണ്ടുപലകയായിട്ടാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ തന്റെ പ്രാർത്ഥനാ ജീവിതം തന്നെ ദൈവവിളിയുള്ളവനാക്കി മാറ്റി എന്നുള്ളതാണ്. തന്നെ ആ സാക്ഷ്യം ദൈവസന്നിധിയിൽ ഒരുക്കുകയും ദൈവത്തിൽ നിന്നുള്ള ഗൈഡൻസ്, കർത്താവെ ഞാൻ ഈ പൊളിഞ്ഞു കിടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതിനെ ഒരു സാധ്യത ഒരുക്കണമേ എന്ന് പറഞ്ഞ് ഒരിക്കലും താൻ അവിടെ നിന്ന് ജെറൂസലേമിലേക്ക് ദൈവം അയക്കുമെന്ന് ഒരിക്കലും താൻ വിചാരിച്ചില്ല. തിരിച്ചറിയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. 40 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, 5 വൻകരകളിലും മിഷണറി പ്രവർത്തനത്തിനായി ഞാൻ എന്നെ വിളിച്ചിരിക്കുന്നു. ബാലനായി എനിക്ക് അന്ന് അതിനെക്കുറിച്ച് വേണ്ട അറിവില്ലായിരുന്നു. പക്ഷെ അന്നു മുതൽ ഇന്നയോളം ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനയാണ്. പ്രൈസ് ഗോഡ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പ്രാർത്ഥിച്ച ഓരോ രാജ്യങ്ങളിലും അതിന്റെ വാതിലുകൾ തുറക്കുവാനിടയായി. മിഡിൽ ഈസ്റ്റിൽ വാതിൽ തുറക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. ഏഷ്യ ഭൂഖണ്ഡത്തിൽ വാതിൽ തുറക്കാനിടയായി. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ വാതിൽ തുറക്കാനിടയായി. ഓസ്ട്രേലിയയിൽ അയച്ച് പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യിപ്പാനിടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവം പ്രാർത്ഥിക്കാത്ത ഒരാളെ അല്ല ഉപയോഗിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മേക്ക് ഷുവർ ഇന്ന് നിങ്ങൾ ഉറച്ചുകൊള്ളണം, ധൈര്യപ്പെട്ടുകൊള്ളണം. യെസ്, നിയോഗത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ ഉയരത്തിൽ നിന്ന് അതിന്റെ പിറകിൽ ഒരു നിയോഗമുണ്ടാകും. ഒരു ആത്മഭാരമുണ്ടാകും, ഒരു ആത്മ നടത്തിപ്പുണ്ടാകും. രണ്ടാമത്തെ പ്രത്യേകത, തനിക്ക് കിട്ടിയ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് തന്റെ വേദനകൾ, യെരൂശലേമിന്റെ ആ തകർന്നു കിടക്കുന്ന മതിലിന്റെ വിഷയം,
തന്നെ ദൈവസന്നിധിയിലേക്ക് ആ വിഷയത്തെ കൂടുതൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി അവിടെ ജാതീയ ഗവർണർമാരാണ് ഭരിക്കുന്നത്. അവർക്ക് ഈ പൊളിഞ്ഞു കിടക്കുന്നതൊന്നും വിഷയമല്ല. ഇസ്രായേൽ ജനതയുടെ ആലയം തകർന്നതും മതില് പൊളിഞ്ഞു കിടക്കുന്നതിലും ആഘോഷിക്കുന്നവരാണവർ. ഇനി ഒരിക്കലും ഇത് തിരിച്ചു വരാൻ പാടില്ല, ഇത് റീബിൽഡ് ചെയ്യാൻ പാടില്ല, ഇത് പുതുക്കി പണിയാൻ പാടില്ല എന്നുള്ള ആവേശത്തിലും ആഗ്രഹത്തിലുമാണ് കിടക്കുന്നത്. ദൈവമേ, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ച കണ്ട് ശത്രു ആഘോഷിക്കുമ്പോൾ കരയുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പുനഃപ്പണി നടത്താൻ ഒരു നിയോഗം വെളിപ്പെട്ടു വരും. തകർന്നുപോയ നിന്റെ സന്തതി തിരിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങി വരത്തക്കവണ്ണം ഒരു പുനഃപ്പണിക്ക് വേണ്ടിയാണ് ആത്മാവ് നിന്നെ പ്രാർത്ഥിക്കാൻ ഹേമിക്കുന്നത്. ആമേൻ. നിന്റെ സോറോസ് എല്ലാം ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിന്നെ നയിക്കാൻ വേണ്ടിയാണ് ആ പെയിൻ വരുന്നത്. പ്രൈസ് ഗോഡ്. നിന്റെ വേദനകൾ ആഴമായ ഒരു സമർപ്പണത്തിലേക്ക് ഒരുപക്ഷെ നമ്മളെ നയിക്കുവാനാണ്. ആമേൻ. നെഹമ്യാവിന് മനസ്സിലായി, ആമേൻ, എന്നെ അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് താൻ പോയത്? ഇതിന് പോകണമെങ്കിൽ അതിന് ചില മുൻകരുതലുകൾ ആവശ്യമാണ്, നിയമസാധ്യതകൾ ആവശ്യമാണ്. താൻ ഡയറക്റ്റ് ചെന്നാൽ അവിടെ അപകടമാണെന്ന് തനിക്കറിയാം. തന്റെ പ്രാണൻ അപകടത്തിലാകും. ഗവർണർ ഓർഡർ ഇട്ടാൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. മനസ്സിലായിരുന്ന സമയത്ത് ഗവർണർ ഓർഡർ ഇട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത സമയമുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ അവർക്ക് അതിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് താൻ എന്താണ് ചെയ്തത്? താനെ രാജാവിനെ അപ്രോച്ച് ചെയ്യുവാനിടയായി തീർന്നു. താനെ പെർമിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. എന്തിനാണ്? തനിക്ക് ജെറുസലേമിലേക്ക് ഒന്ന് റിട്ടേൺ തിരിച്ചു പോയിട്ട് അതിനെ ആ തകർന്നുപോയ വാള് റീബിൽഡ് ചെയ്യുവാനായിട്ട് തനിക്ക് പെർമിഷൻ ഗ്രാന്റ് ചെയ്യാനും ആമേൻ താൻ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ ആ പ്രാർത്ഥനയിലും അപേക്ഷയിലും തനിക്ക് കിട്ടിയ നിയോഗത്താൽ രാജാവ് അത് പ്രൊവൈഡ് ചെയ്യുകയും മാത്രമല്ല സേഫ് ആയിട്ട് തനിക്ക് ജേർണി ചെയ്യുവാനുള്ള എല്ലാ കരുതലുകളും എല്ലാ മെറ്റീരിയൽസും അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. മൂന്നാമതായി നാം കണ്ടത്, താനെ അവിടെ ചെല്ലുന്നു. വളരെ രഹസ്യമായിട്ടാണ് താൻ അവിടെ എത്തുന്നത്. നമുക്കറിയാം, ഞാൻ സഞ്ചരിച്ച വാഹനമൃഗം അല്ലാതെ മറ്റാരും അത് അറിഞ്ഞില്ല. ദൈവം എൻ്റെ ഹൃദയത്തിൽ ചെയ്യാൻ തോന്നിപ്പിച്ചത് മറ്റാരും അറിഞ്ഞില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകം, ഇത് പൊളിഞ്ഞുപോയ ഡാമേജ് ആയി കിടക്കുന്നതായ ആ യെരൂശലേമിന്റെ മതിലുകളെ മൊത്തത്തിൽ താനൊന്ന് സർവേ ചെയ്യുവാനിടയായി തീർന്നു. നെഹമ്യാവ് കാര്യങ്ങളെല്ലാം പോയി അസസ് ചെയ്യുകയാണ്. അതിന്റെ സിറ്റുവേഷൻ ഡയറക്റ്റ്ലി പോയി മനസ്സിലാക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഇറങ്ങിയിട്ട് താൻ അവിടെയുള്ള ചുറ്റുമതിലുകളൊക്കെയും താൻ മനസ്സിലാക്കി. ഇനി അതിന് വല്ല സ്കോപ്പുമുണ്ടോ, ഇനി അതിന് വല്ല എന്തൊക്കെ നീഡാണ് അതിന് ആവശ്യമുള്ളതെന്ന് വ്യക്തമായ നിലയിൽ താനത് സർവേ ചെയ്ത് അതിന്റെ ഡാമേജുകൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. നാലാമതായി നാം കണ്ടെത്തിയ കാര്യം, ഈ പൊളിഞ്ഞു കിടക്കുന്ന മതില് പണിയുവാനായിട്ട് ആ ജെറൂസലേമിലുള്ളതായ ആളുകളെ മുഴുവൻ താൻ വിളിക്കുകയാണ്. തനിക്ക് കിട്ടിയ വിഷൻ, തനിക്ക് കിട്ടിയ നിയോഗം ആ ജനത്തോട് വിളിച്ചിട്ട് പറയുകയാണ്, അതെ, ഇനിയും നാം നിന്നാപാത്രങ്ങളായി തീരാതെ ഇരിക്കേണ്ടതിന് ദിസ് ഈസ് ദ ടൈം ടു ടേക്ക് ദ റിയൽ ആക്ഷൻ. ഇതാണ് യഥാർത്ഥമായി എഴുന്നേറ്റ് പണിയുവാനുള്ള ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞ് തൻ്റെ ദർശനത്തെ അവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാനിടയായി. മാത്രമല്ല അവരോട് പറയുകയാണ്, നിങ്ങളാണത് പണിയേണ്ടത്, നാമാണത് പണിയേണ്ടത്. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ വിഷയമാണ്, ഇത് നമ്മുടെ ഡിഗ്നിറ്റിയുടെ വിഷയമാണ്, ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്, ഇത് നമ്മുടെ സേഫ്റ്റിയുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് വ്യക്തമായ രീതിയിൽ അവരെ ധൈര്യപ്പെടുത്തി ആ പണിക്ക് വേണ്ടി അവരെ ഏകോപിപ്പിക്കുവാനിടയായി തീർന്നു. അഞ്ചാമതായി നാം കണ്ടെത്തിയത്, ഈ പ്രവർത്തനങ്ങൾ, ഈ തകർന്നുപോയ ഈ മതില് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റീബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം താൻ വളരെ വ്യക്തമായ നിലയിൽ അത് ഓർഗനൈസ് ചെയ്യുവാനിടയായി തീർന്നു. എങ്ങനെയാണ് താൻ ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ട് ഫാമിലിയായി നിർത്തേണ്ടവരെ അങ്ങനെ നിർത്തി, ഗ്രൂപ്പായി നിർത്തേണ്ടവരെ അങ്ങനെ നിർത്തി, ഇൻഡിവിജ്വലായി നിർത്തേണ്ടവരെ അങ്ങനെ നിർത്തി, അവർക്ക് ഉത്തരവാദിത്തങ്ങളെ താൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനിടയായി തീർന്നു.
ഓരോരുത്തരെയും ഓരോ ഗ്രൂപ്പിനെയും അതേ എൻകറേജ് ചെയ്തുകൊണ്ട് ആമേൻ ടീം വർക്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനിടയായി തീർന്നു. നോക്കുക, എത്ര കൃത്യമായ നിലയിൽ എത്ര പ്ലാനോടുകൂടിയാണ് താൻ ആ കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല തനിക്കറിയാം സറൗണ്ടിങ് മുഴുവൻ പ്രതികൂലമാണ്. നെഹമ്യാവ് അതേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒപ്പോസിഷനെയൊക്കെ ലോക്കലായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് താൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടുത്തെ ഗവർണറായിരുന്ന തോബിയാവിൽ നിന്നും സൻബല്ലത്തിൽ നിന്നുമൊക്കെ അതിശക്തമായ പ്രതികൂലങ്ങളെ താൻ നേരിടേണ്ടി വരുമെന്ന് തനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് രാജസന്നിധിയിൽ നിന്ന് അധികാരപത്രം വാങ്ങിയത്. എത്ര പരിജ്ഞാനത്തോടെ, എത്ര സിസ്റ്റമാറ്റിക്കലായിട്ട് ആണ് താൻ ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? പ്രാർത്ഥനാമുറിയിൽ ലഭിച്ച ജ്ഞാനമാണ്, പ്രാർത്ഥനാമുറിയിൽ ലഭിച്ച അറിവാണ്, പ്രാർത്ഥനാമുറിയിൽ ലഭിച്ച പരിജ്ഞാനമാണ്, പ്രാർത്ഥനയിൽ ലഭിച്ച ദൈവ നിയോഗമാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, തകർന്ന കുടുംബത്തെ പണിയാൻ ഒരുപക്ഷെ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും. ഡിവോഴ്സിന്റെ വക്കിലേക്ക് പോകാൻ സാധ്യതയുള്ള കപ്പിൾസിനെ ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് വരും. ഡ്രഗ് അഡിക്റ്റ് ആയവരെ ഏൽപ്പിച്ചെന്ന് വരും. ആമേ, ഹോമോസെക്സ്വാലിറ്റിക്ക് അടിമപ്പെട്ടവരെ ഒരുപക്ഷെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ദൈവം കൊണ്ടു തന്നെന്ന് വരും. ലെസ്ബിയൻസിനെയോ ഗേയോ ഒക്കെ ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നെന്ന് വരും. പാപത്തിന് അടിമപ്പെട്ട് ഓരോ ദിവസവും പൈശാചിക മണ്ഡലത്തിൽ പിടിമുറുക്കി ആമേൻ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും കടന്നു വരുന്ന ആ പൈശാചിക ശക്തിയുടെ പിടിമുറുക്കത്തിൽ കിടക്കുന്ന ചില ജീവിതങ്ങളെ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് വിടുവിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് സ്ട്രീറ്റ് തോറും ഡ്രഗ് അടിച്ച് ആമീൻ ഉറക്കമില്ലാതെ കിട്ടുന്നതെല്ലാം ഇഞ്ചക്ട് ചെയ്ത് സ്റ്റാമ്പ് എടുത്ത് വിവിധ തരം ലഹരിക്ക് അടിമയായി കിടക്കുന്ന ആമേ ഈ തലമുറയെ വിടിവിപ്പാൻ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിട്ടുണ്ടാകും. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളുടെ കയ്യിൽ തരുന്ന ഓരോ ആത്മാക്കളും നിങ്ങൾ പ്രസവിച്ച സ്വന്തം മക്കളെ പോലെ നിങ്ങൾ ചേർത്ത് പിടിച്ചേ മതിയാകുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഇന്നലകളിൽ അവരുടെ ജീവിതത്തിൽ വന്ന സകല പാളിച്ചകളെയും ആമേൻ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കർത്താവ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ അവരെ കുറ്റം വിധിക്കാതെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. നമുക്കറിയാം, ശമരിയക്കാരത്തിയായ സ്ത്രീ, അവൾ ലീഗലി ആമേൻ 5 കുടുംബജീവിതം നയിച്ചവളാണ്. 5 ഡിവോഴ്സ് ആയി പോയി. 6ാമത്തേത് എൻഗേജ് ആയിരിക്കുകയാണ്. അവിടെയാണ് കർത്താവിന്റെ എൻകൗണ്ടർ അവൾക്കുണ്ടാകുന്നത്. പിന്നെ അവളെ കുറ്റം വിധിക്കാനൊന്നും യേശു നിന്നില്ല. അവൾക്ക് ആത്മദാഹം ഉണ്ടായിരുന്നു. എങ്ങനെ? ഇന്നലകളിൽ അവളുടെ ഉള്ളിൽ കിടന്നത് മെസ്സയ വിൽ കം, ആമേൻ, അവൻ മെസ്സിഹ വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അവർക്ക് ആലയമില്ല, അവർക്ക് പ്രത്യേകമായ സൗകര്യ സംവിധാനങ്ങളൊന്നുമില്ല. നമുക്കറിയാം, ആമേ, ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ജാതികളുടെ ഇടയിൽ മിശ്രിതമായി ജീവിച്ചപ്പോൾ, ഇടകലർന്ന് ജീവിച്ചപ്പോൾ തങ്ങൾക്ക് ബോധിച്ചവരെ ഒക്കെയും ഭാര്യയായി എടുത്തു. അതിൽ നിന്ന് ജനിച്ചുണ്ടായ സന്തതികളാണ് ശമര്യർ. ആമേൻ. അപ്പോൾ ആ ശമരിയക്കാരത്തിയായ സഹോദരിയുടെ ഉള്ളിൽ എപ്പോഴോ കേട്ട ദൈവവചനമാണ് അവളുടെ ഉള്ളിൽ പിടിച്ചു നിർത്തിയത്. ഒരു കുടുംബജീവിതം തകർന്നപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തില്ല. 2ാമത്തെ കുടുംബജീവിതം തകർന്നു, 3ാമത്തതും തകർന്നു, 4ാമത്തതും തകർന്നു, 5ാമത്തതും തകർന്നു. നാട്ടുകാരുടെ മുമ്പിൽ അവൾ ഏറ്റവും ലോ ലെവലിലുള്ള സ്റ്റേറ്റസിലാണ് ജീവിക്കുന്നത്. ആളുകൾ എന്തെല്ലാം അപവാദം പറഞ്ഞു കാണും. ഇവള് ശരിയല്ല, ഇവള് തറയാണ്, ഇവളുടെ ജീവിതത്തെ എത്രമാത്രം താഴ്ത്തിക്കെട്ടിക്കാണും. പക്ഷേ ആ ട്രാജഡികളെല്ലാം സംഭവിച്ചപ്പോഴും അവളുടെ ജീവിതം തകർന്നു പോകാതെ ഇരുന്നതിന്റെ കാരണം എന്താണ്? മെസ്സയ വിൽ കം. ഒരു വാക്യം അവളുടെ ഉള്ളിൽ കിടന്നതാണ് അവളെ പിടിച്ചു നിർത്തിയത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ താഴ്മയോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം മരണത്തോടെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. എവിടെയെങ്കിലും ഓടിപ്പോകാനുള്ള പ്രേരണ. ദാവീദ് പറഞ്ഞതുപോലെ, എനിക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് താൻ പറയുകയാണ്, ദൈവമേ, നിന്റെ ആത്മാവിനെ ഞാൻ ഒളിച്ചെവിടേക്ക് പോകും? ദൈവം സർവ്വവ്യാപിയാണ് എന്ന് തനിക്ക് മനസ്സിലായത് അതിലൂടെയാണ്. ആമേൻ. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ നീ അവിടെയുണ്ട്. ഇരുട്ടനെ മൂടിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ ഇരുൾ പോലും നിനക്ക് മറവായിരിക്കുന്നില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ പിടിക്കും. അതേ സഹോദരങ്ങളെ, ട്രാജഡികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല. ഈ ട്രാജഡി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് സിമിലർ ആയിട്ടുള്ള സെയിം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന
വീണവന് മാത്രമേ വീഴ്ചയുടെ വേദന അറിയത്തുള്ളൂ, കാലൊടിഞ്ഞവന് മാത്രമേ ഒടിവിന്റെ വേദന അറിയത്തുള്ളൂ. നിങ്ങൾ ഏതുവഴിയെല്ലാം കടന്നു പോകുന്നു, ആ പ്രശ്നങ്ങളെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പ്രൈസ് ഗോഡ്. നോക്കുക, അപ്പോൾ സകലതും പ്രതികൂലമായിരുന്ന ശമരിയക്കാരത്തിയുടെ ഉള്ളിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അവളെ കാണുമ്പോൾ ആളുകളുടെ വാതിൽ വലിച്ചടച്ചെന്ന് വന്നേക്കാം. പക്ഷെ ഇപ്പോൾ അവൾ പറയുന്നത് എന്താണ്? സ്തോത്രം. അവളുടെ സാക്ഷ്യം ജനത്തോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെ എന്നോട് അറിയിച്ച ഒരുവന് വന്നു കാണുവീൻ. ഓപ്പൺ കൺഫസ് ആയിട്ട് അവളുടെ ഇൻവിറ്റേഷനിലൂടെ ആളുകൾ യേശുവിന്റെ അരികിൽ വരുന്നു. ചില ദിവസം അവിടെ പാർക്കുന്നു. ശമരിയ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ റിവൈവൽ തന്നെ ഉണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, തകർന്നവരും താറുമാറായുമായവരെ കണ്ടിട്ട് അവരെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കർത്താവ് ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പേ ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിലേക്ക് കടക്കും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലത്ത് എന്നെ കൺവെൻഷന് പ്രസംഗിക്കാനായി വിളിച്ചു. എന്നെ വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചത്, പാസ്റ്ററിന് പേടിയുണ്ടോ എന്നായി ചോദിച്ചത്. ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, എൻ്റെ ദൈവത്തെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, 10 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ആർക്കും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ 10 വർഷമായി എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ ദൈവം പ്രേരണ തന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് ഞാൻ ആദ്യം പറയാം. 3 വിധത്തിലുള്ള ആളുകളാണ് ആ ദേശത്ത് പാർക്കുന്നത്. ഞാൻ ശ്രദ്ധയോടെ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കോട്ടയാണത്, 2 മന്ത്രവാദികളുടെ കോട്ടയാണ്, 3 കൂലിത്തല്ലുകാരുടെ കോട്ടയാണ്. ഓ പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആര് ചെന്നാലും അടി ഉറപ്പാണ്. അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആരെ വിളിച്ചാലും അങ്ങോട്ട് വരത്തില്ല. പാസ്റ്റർക്ക് വരാമോ? ഞാൻ പറഞ്ഞു, വരാം. എത്ര ദിവസത്തെ മീറ്റിംഗ് ആണ്? അദ്ദേഹം പറഞ്ഞു, 4 ദിവസത്തെ മീറ്റിംഗ് ആണ്. ഒടുവിലത്തെ 2 ദിവസം കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കണം. ആദ്യത്തെ 2 ദിവസത്തേക്ക് ഞാൻ ആളിനെ വിളിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അന്നു മുതൽ പ്രാർത്ഥന ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് അതേ ഡേറ്റ് അടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഇന്ന് യോഗം തുടങ്ങിയാണ്, പ്രാർത്ഥിക്കണേ. ആമേൻ. ഞങ്ങൾ 100 ചെയറാണ് ഇട്ടിരിക്കുന്നത്, നിറച്ച ആള് വരാൻ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് കണ്ടവരൊക്കെ അവിടെ വരാൻ ദൈവം ഇടയാക്കട്ടെ, ധൈര്യപ്പെട്ട് തുടങ്ങിയാട്ടെ. യോഗം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നത്തെ കൺവെൻഷൻ തീർന്നു. ഞാൻ പറഞ്ഞു, അരമണിക്കൂർ കൊണ്ട് യോഗം തീർന്നു? അതെ. എന്തു പറ്റി? പ്രൈസ് ലോർഡ്. പാട്ടുപാടി യോഗം തുടങ്ങി. പ്രസംഗിക്കാനായിട്ട് ദൈവദാസൻ എഴുന്നേറ്റ് ഒരു 10-15 മിനിറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ കുഴഞ്ഞു വീണു. യോഗം നടന്നില്ല. പ്രൈസ് ലോർഡ്. 2-ാമത്തെ ദിവസവും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു വിളിച്ചു. 2-ാമത്തെ ദിവസം യോഗം നടന്നു. സ്തോത്രം. അതും അധികം നീണ്ടുപോയില്ല. 1.5 മണിക്കൂറിനുള്ളിൽ പരിപാടി തീർന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇന്ന് പ്രസംഗിക്കാൻ വന്ന ആള്, അവയെ പാട്ടൊക്കെ ഞങ്ങൾ പാടി, പക്ഷെ കസേരയിലെങ്ങും ആളില്ലായിരുന്നു. വന്ന ടീമിലുള്ളവരും അല്ലാതെ 2-3-4 സ്നേഹിതരും ഉള്ളായിരുന്നു. ഓൾമോസ്റ്റ് 95% കസേരകൾ കാലിയായിരുന്നു. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രസംഗിച്ചയാള് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒച്ചമടച്ചു, ശബ്ദം വരാതെ വന്നു. അതുകൊണ്ട് യോഗം അങ്ങനെ കാര്യമായി നടന്നില്ല. ഇതെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വരുമോ എന്നുള്ളത് ആ പുള്ളിയുടെ വിഷയം. ആള് കുറവായതിന്റെ യോഗത്തിന് വരുമോ? ഞാൻ പറഞ്ഞു, ഒരാളാണേലും എനിക്ക് മെസ്സേജ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, എൻ്റെ മോള് പറഞ്ഞ്, അപ്പായി ആരെങ്കിലും തല്ലിയാലോ എന്ന് വിചാരിച്ചു അവളും വണ്ടിയെ കയറി. പ്രൈസ് ഗോഡ്. അവിടെ ചെന്നു ഞാനേ വളരെ വേദനയോട് ദൈവസന്നിധിയിൽ ഇന്നലകളിലെ പരിചയമോ ഇന്നലകളിലെ ശുശ്രൂഷയുടെ ഓർമ്മകളോ ഒന്നും വെക്കാതെ ആ ദേശത്തിന് വേണ്ടി ദൈവസനെ കരഞ്ഞ് നെടുവീർപ്പെട്ട് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ആ സ്ഥലത്തേക്ക് കടന്നുപോയത്. അനേക മണിക്കൂറുകൾ ദൈവസനെ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, നിങ്ങൾക്ക് മുമ്പാകെ ചുങ്കക്കാരും വേശ്യമാരും സ്വർഗരാജ്യത്തിൽ കടക്കും. അമേൻ. പിടിച്ചുപറിക്കാരെയും അമേൻ അക്രമികളെയും അതേ ലോകത്തിന് അതേ തലവേദനയായി സമൂഹത്തിന് അധികപ്പറ്റായി രാഷ്ട്രത്തിന് ദ്രോഹം ചെയ്യുന്നവരായിരുന്ന എത്രയോ ജീവിതങ്ങളെ സുവിശേഷം രൂപാന്തരപ്പെടുത്തി കർത്താവേ. അതുകൊണ്ട് അപ്പാ, അവരെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ അവിടെ ചെന്ന് ഞാൻ സ്റ്റേജിൽ മുട്ടുകുത്തി. ദൈവത്തിന് മഹത്വം. സഹോദരങ്ങൾ, പാട്ടുപാടിയതിനു ശേഷം പ്രസംഗിക്കാനായി എന്നെ വിളിച്ചു. ഞാൻ ആത്മനിയോഗത്തിൽ ഉറക്കെ ആദ്യം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: വേശ്യമാരെ സ്നേഹിച്ച യേശു 5 കുടുംബജീവിതം തകർന്ന് 6-ാമത്തേതിന് കാത്തിരുന്ന് ശമരിയാക്കാരത്തിയെ സ്നേഹിച്ച യേശു ഇവിടെ വന്നിട്ടുണ്ട്.
വീണ്ടും ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ്, പിടിച്ചുപറിക്കാരനായി സക്കായിയെ രക്ഷിച്ച യേശു ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. സകല മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും പ്രശ്നക്കാരെയും ലോകത്തിലുള്ള സകല ഗോത്രത്തിലെയും ഭാഷയിലെയും വംശത്തിലുമുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ കാൽവരിയിൽ നിങ്ങൾക്കായി മരിച്ച യേശു ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ആത്മനിയോഗത്തിൽ ഞാൻ ഈ വിവരം വിളിച്ചു പറഞ്ഞു. പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ആളുകൾ വളരെ സീറ്റയിൽ കുറവാണ്, കസേരയിൽ കുറയാ. പക്ഷേ ഞാൻ ആത്മനിയോഗത്തിൽ എഴുതിയ പാട്ട് മഹിമേന്റെ വേഗത്തിൽ തന്നെ മേഘത്തിൽ വന്നിടുമേ എന്നുള്ള പാട്ട് 100 ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. സ്തോത്രം. ഞാൻ പാടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അവിടെയുള്ള മിക്ക കസേരകളിലേക്ക് മനുഷ്യർ ആവേശത്തോടെ വരാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. വേശ്യമാരെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, പിടിച്ചുപറിക്കാരെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, ആ ദേശത്തിന്മേൽ ദൈവത്തിന്റെ കൈ നീട്ടാനിടയായി. മന്ത്രവാദികളുടെ കയ്യിൽ നിന്ന്, വ്യഭിചാരാത്മാവിന്റെ കയ്യിൽ നിന്ന് കൂലിത്തല്ലിനും പിടിച്ചുപറിക്കും പോകാൻ പ്രേരിപ്പിക്കുന്ന, അറുപ്പാനും പിടിക്കാനും നശിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഈവിൾ ഫോഴ്സിൽ നിന്ന് ഒരു നല്ല കൂട്ടം ആളുകൾ കർത്താവിന്റെ വചനം കേൾക്കേണ്ടതിന് കടന്നു വരുവാനിടയായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഓപ്പോസിഷൻ, നിങ്ങൾ പ്രതികൂലത്തെ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ നെഹമ്യാവ് എന്താണ് ചെയ്തത്? വളരെ പ്രാർത്ഥനയിലൂടെ, വളരെ പ്രിപ്പയറായി തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, അവരെ ഡിഫൻസ് ചെയ്യുവാൻ, അപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഇടയായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതികൂലങ്ങൾ ധാരാളം തനിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ എന്താ ചെയ്തത്? ഈ പുനഃപ്പണിക്ക് ഈ സ്ട്രോങ് ആയിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണെന്ന് മനസ്സിലായി. തന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചത് മാത്രം പോരാ, നിയോഗം ലഭിച്ച വിഷയം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുവോളം തനിക്ക് ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും ഗൈഡൻസ് ആവശ്യമാണ്, ദൈവത്തിൽ നിന്നുള്ള ബലം ആവശ്യമാണ്. മാത്രമല്ല, ഈ ചലഞ്ചസിനെ എല്ലാം നേരിടണമെങ്കിൽ കൂട്ടുവേലക്കാരായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കൂടെ പ്രവർത്തിക്കുന്നവരെ ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, 8ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ 52 ദിവസം കൊണ്ട് താൻ ആ മതിൽ പണി പൂർത്തീകരിപ്പാനിടയായി. നിങ്ങൾ മനസ്സിലാക്കുക, എത്രമാത്രം പ്രതികൂലത്തിലൂടെയാണ് ഈ ജനത ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്ക് ചെയ്തെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ദൈവം ഉത്സാഹം നൽകിയത് കൊണ്ടാണ് പണി വേഗത്തിലായത്, അല്ലേ? പ്രൈസ് ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാവ് ലഭിക്കുന്ന ഉത്സാഹമാണ് എരിവോട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ആമേൻ. സ്തോത്രം. ഇന്ന് രാവിലെ സമയവും ഞാൻ വളരെ പ്രാർത്ഥനയോടും താഴ്മയോടും നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ലഭിച്ചതായ ലീഡർഷിപ്പ് എന്താണ്? ഏത് മേഖലയിലാണ് നിങ്ങൾക്കുള്ള വിളി എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയിൽ കിട്ടുന്ന നിയോഗം, ഏതെല്ലാം വിധത്തിലാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നെഹമ്യാവിന് മനസ്സിലായത്, എന്നെ വിളിച്ചത് ആലയം പണിക്കല്ല, എന്നെ വിളിച്ചത് പൊളിഞ്ഞുപോയ മതില് പണിയാനാണ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും വളരെ വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഉള്ളം ദൈവസന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേലുള്ള കാഴ്ചപ്പാട് എന്താണ്? അത് പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വളരെ വ്യക്തമായി അത് മനസ്സിലാക്കണം. സ്തോത്രം, സ്തോത്രം. എസ്പെഷ്യലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ക്രിസ്തീയ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന പരിശീലനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കരിയർ ഏതാണ്? നിങ്ങളുടെ വഴി ഏതാണ്? ഏത് നിലയിലാണ് നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്? ഏത് റോളിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരിക്കലും ഒരാളുടെ ശുശ്രൂഷ നിങ്ങൾ അനുകരിക്കരുത്. ഒരാളുടെ ശുശ്രൂഷ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനായി പോകരുത്. ചിലപ്പോൾ ജോലിയോടൊപ്പം ഒരു പാസ്റ്റർ റോളിനായിരിക്കും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ചിലപ്പോൾ വർഷിപ്പ് മിനിസ്ട്രിക്ക് വേണ്ടി ആയിരിക്കും വിളിച്ചിരിക്കുന്നത്, അല്ലെ സോഷ്യൽ വർക്കിനും അതേ കമ്മ്യൂണിറ്റിയിലുള്ള ഔട്ട്റീച്ചിന് വേണ്ടി ആയിരിക്കും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ അല്ലെ ഡിസൈപ്പിൾഷിപ്പ് ചെയ്യാനായിട്ട് അതിനായിരിക്കും വിളിച്ചിരിക്കുന്നത്. നിങ്ങളത് തിരിച്ചറിയണം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ മാനേജ്മെന്റ് ഏരിയക്കോ ആയിരിക്കും കർത്താവ് ചിലപ്പോൾ വിളിച്ചിരിക്കുന്നത്,
അല്ലെ മിഷന് വേണ്ടിയുള്ളതോ അല്ലെ ഇവാഞ്ചലിസത്തിന് വേണ്ടിയായിരിക്കും വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ കൗൺസിലിങ്ങിനായിരിക്കും, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാനായിരിക്കും വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എഴുതാനായിരിക്കും വിളിച്ചിരിക്കുന്നത്, മീഡിയയിലൂടെ. അപ്പൊ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ വിളിയും കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെയാണെങ്കിലും തിയോളജിക്കലായിട്ടുള്ള ട്രെയിനിങ് നിങ്ങളുടെ മിനിസ്ട്രിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓൺലൈനിലൂടെ ആണെങ്കിലും ദൈവവചന പഠനത്തിനായി നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളതായ എബിലിറ്റി ആവശ്യമാണ്, അതിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട സ്കിൽ ആവശ്യമാണ്. വ്യത്യസ്തമായ നിലകളിൽ നമുക്ക് അതിനുള്ളതായ അതേ കഴിവുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വിളി ഏതാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏതാണ്? ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കയറി ഒരു ശുശ്രൂഷ ഏറ്റെടുക്കരുത്. പ്രത്യുത നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഇടയായി തരണം. കാരണം പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ടീച്ചിങ് വരും, അതിനകത്ത് പ്രീച്ചിങ് വരും, അതിനകത്ത് സ്പിരിച്വൽ ആയിട്ടുള്ളതായ ആ ലീഡർഷിപ്പ് നിങ്ങൾക്കുള്ളത് കൊണ്ട് ആ കോൺഗ്രിഗേഷന് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ആവശ്യമായുള്ളതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ യൂത്ത് കാണും, അവിടെ യൂത്തിന്റെ ആവശ്യങ്ങൾ കാണും, വർഷിപ്പിനുള്ള ആവശ്യങ്ങൾ കാണും, ഔട്ട്റീച്ചിനുള്ള ആവശ്യങ്ങൾ കാണും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാസ്റ്ററൽ മിനിസ്ട്രിക്കകത്ത് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കോളിംഗ് എന്താണ്. അപ്പോൾ ആരാധന നയിക്കുവാനുള്ള ആ ഒരു തലമാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയുണ്ടെങ്കിൽ നല്ല നല്ല കൊയർ ലീഡേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. നല്ല നല്ല അർത്ഥപുഷ്ടമായ വചനത്തിൻ്റെതായ മാർമികത മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഗാനങ്ങൾ, അങ്ങനെയുള്ള ലിറിക്സ് നിങ്ങൾ തയ്യാറാക്കേണ്ടി വരും. അങ്ങനെയുള്ള അതേ വർഷിപ്പ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ, അതിനായി കോളിംഗ് ഉള്ളവരെ നിങ്ങൾ കണ്ടെത്തി അവരിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ പഠിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഔട്ട്റീച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് നിയോഗമെങ്കിൽ ആ നിലകളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ചാപ്ലൈനായിട്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒഫീഷ്യൽ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫൻസിലായിരിക്കും, മിലിറ്ററിയിലായിരിക്കും, പല നിലകളിൽ ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിയോഗം എങ്ങനെയാണോ അതാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നാലാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ശിഷ്യത്വം കൊടുക്കുവാൻ, ക്രിസ്തീയ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് ആണ് നിങ്ങൾക്ക് നിയോഗമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യെസ്, ഒരു ക്രിസ്ത്യൻ എഡ്യൂക്കേറ്റർ ആയിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബൈബിൾ ടീച്ചറായിട്ടോ ബൈബിൾ സ്റ്റഡീസ് നടത്തുവാനോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേദ പഠനം ശരിയായ നിലകളിൽ കൊടുക്കാനോ ഒക്കെ കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകും. അല്ലെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഡിസൈപ്പിൾസിന്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ, അതിനെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സ്മാൾ ഗ്രൂപ്പുകളെയൊക്കെ മോണിറ്റർ ചെയ്യുവാനോ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കാനോ പ്രോഗ്രാമുകളൊക്കെ നടത്തുവാനോ ഒരുപക്ഷെ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ആ നിയോഗം നിങ്ങൾ മനസ്സിലാക്കണം. അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ് അല്ലെ മാനേജ്മെന്റ് ലെവലിലാണ്, ചർച്ച് അഡ്മിനിസ്ട്രേഷനകത്ത് നമുക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാണും, ഇൻക്ലൂഡിങ് ഫിനാൻസ്, ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, ഇവന്റ് കോർഡിനേഷൻ, ഇങ്ങനെയുള്ള പ്ലാന്, ഇതെല്ലാം നമുക്ക് റിട്രീറ്റ്, കോൺഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല മിഷൻ ആൻഡ് ഇവാഞ്ചലിസത്തോടുള്ള ബന്ധത്തിലാണോ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്? ചിലപ്പോൾ ഇവാഞ്ചലിസത്തിന്റെ ഡയറക്ടറായി ഒരുപക്ഷെ നിങ്ങളുടെ ചർച്ച് നിങ്ങളെ ആക്കിയെന്ന് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങളുടെ വിശ്വാസത്തെ, ചർച്ചിന്റെ ഏതൊക്കെ നിലകളിൽ ഔട്ട്റീച്ച് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും, എന്തെല്ലാം റിക്വയർമെന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കേണ്ടി വരും. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചിന്തിച്ചത്, കൗൺസിലിങ്ങിന് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള സർവീസുകളെ കുറിച്ചായിരിക്കും ദൈവം നിങ്ങളെ നിയോഗിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യൻ കൗൺസിലർ ആകുമ്പോൾ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആളുകൾക്ക് കൊടുക്കേണ്ടി വരും, സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കുകയും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പ് ലീഡേഴ്സിനെ
നിങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ടതായ വേരിയസ് നീഡുകൾ അവരുടെ കാര്യങ്ങളെ ഒക്കെ മനസ്സിലാക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിലുള്ള കാഴ്ചപ്പാട് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാനിടയായി തീർന്നു. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ആണ് ദൈവം നിങ്ങളെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചിലപ്പോൾ വെച്ചെന്ന് വരും. അപ്പോൾ ഓരോ മേഖലയിലും വോളണ്ടിയർ കോർഡിനേറ്റർ ആയിട്ട് ചിലപ്പോൾ വെച്ചെന്ന് വരും. ഏത് നീഡാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾ എഴുത്തുകാരായി മീഡിയയിൽ റൈറ്റിംഗ് ചെയ്യാനായിട്ട്, അപ്പം വ്യക്തമായ നിലയിൽ അതിന് ആർട്ടിക്കിൾ എഴുതാനുള്ള നിയോഗം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ 14 പരം ലേഖനങ്ങൾ, 21 ലേഖനങ്ങൾ ഉള്ളതിൽ 14 പരം ലേഖനങ്ങൾ പൗലോസ് എഴുതിയതായി നമ്മൾ കാണുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും. വ്യത്യസ്തമായ നിലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏതൊന്നിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഏതൊന്നിനായി വിളിച്ചിരിക്കുന്നു, ഏതൊന്നിനായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. ഇവിടെ നെഹമ്യാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ നെഹമ്യാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, യെസ്, ഗാഡ് കോൾഡ് മീ ടു റീബിൽഡ് വാൾ ഓഫ് ജെറൂസലേം. യെരൂശലേമിന്റെ മതിൽ പണിയാനാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇതാ യെരൂശലേമിൽ പണിയാനായി ദൈവം തന്നെ കൊണ്ടുവന്നപ്പോൾ ഇതാ പരിഹാസമാണ് തനിക്ക് ആദ്യമായി കിട്ടിയ അവാർഡ്, അല്ലേ? ഒരു എൻകറേജ് ചെയ്യാൻ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. കർത്താവിന്റെ അതെ നമ്മൾ വായിക്കുന്നു, 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്നു, എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ചാപ്റ്റർ 3 വേഴ്സ് 5 ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. നോക്കുക, കർത്താവിന്റെ ശ്രേഷ്ഠന്മാർ വേലയ്ക്ക് ചുമല് കൊടുത്തില്ല. അപ്പോൾ ശരിക്കും കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കേണ്ട ശ്രേഷ്ഠന്മാർ ജെറൂസലേമിൽ ഉണ്ടായിരുന്നു, അല്ലേ? അവർ വേലയ്ക്ക് ചുമല് കൊടുത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴോ നിങ്ങളെ ഓർപ്പിച്ചു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവരാരും നിങ്ങൾക്കൊരു മെന്റൽ സപ്പോർട്ട് തരാൻ, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അഭിനന്ദിക്കാൻ, നിങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാൻ, നിങ്ങൾക്കൊന്ന് കൈത്താങ്ങൽ തരുവാൻ, നിങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ കണ്ടില്ലെന്ന് വിചാരിച്ച് വേല കളഞ്ഞിട്ട് വരാൻ ദർശനമുള്ളവൻ ഒരിക്കലും ഇടയാകുകയില്ല. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ വിഷനെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവർ വരുമോ? എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ശബ്ദം അതെ ഗിദെയോൻ ഉണ്ടായത്, ഇന്നാര് നിന്നോടുകൂടെ പോരട്ടെ എന്ന് പറയുന്നവൻ പോരണം, ഇന്നാര് നിന്നോടുകൂടെ പോരണ്ട എന്ന് പറയുന്നവൻ പോരണ്ട. അപ്പോൾ മിനിസ്ട്രി എൻ്റെ അല്ല, നിങ്ങളുടെ അല്ല, നമ്മുടെ അല്ല. മിനിസ്ട്രി ദൈവത്തിന്റെ മാത്രമാണ്. ആരെവിടെ എങ്ങനെ ആരോടൊപ്പം ചേർന്ന് നിൽക്കണം, ചേർന്ന് പ്രവർത്തിക്കണം, ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വളരെ വ്യക്തമായ പദ്ധതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാനാണ് പണിയുന്നത്, കർത്താവാണ്. നമ്മളെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നാം കണ്ടത്, പ്രഭുക്കന്മാരുടൻ അവിടെ ഉണ്ടായിരുന്നു, പ്രമാണിമാരായ അവിടെ ഉണ്ടായിരുന്നു. നോക്കുക, അവരാരും ആരംഭത്തിൽ തനിക്ക് കൈത്താങ്ങൽ നൽകിയില്ല. ഗവർണറുടെ വാക്ക് അപമാനത്തിന്റെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും വാക്കായിരുന്നു. അതിന്റെ നടുവിലാണ് നമ്മുടെ ആപ്തവാക്യം നമ്മൾ കണ്ടത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവം തയ്യാറാണ്. ഇത് പുനഃപ്പണിക്ക് വേണ്ടി ദൈവത്തിന്റെ സമയമായി, ദൈവത്തിനത് ആഗ്രഹമായി, ദൈവത്തിനത് താല്പര്യമായി. എപ്പോൾ? തൻ്റെ ജനം മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ള ദാഹം ദൈവത്തിനായി എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറായാൽ എന്തിന് നിങ്ങൾ അറയ്ക്കണം? നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തമ്പുരാൻ വില്ലിംഗ് ആണെങ്കിൽ എന്തിന് നിങ്ങൾ ഭയപ്പെടണം? പ്രൈസ് ഗോഡ്. റോമറെട്ടിൽ 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? റോമറെട്ടിന്റെ 31. ആമേൻ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്
ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ അധ്യായം അതിന്റെ 19 അവസാനം നമ്മൾ കാണുന്നത്, രണ്ടാം ഭാഗത്തിൽ കാണുന്നത് പരിഹസിച്ചു, നിന്ദിച്ചു എന്നുള്ള വാക്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്തോത്രം, ആ 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, 15-16 വാക്യങ്ങൾ എന്താ എഴുതി? ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് എല്ലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. നിങ്ങൾ അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞതെന്താ? ഈ ദുർബലന്മാരായ ആളുകൾ എന്നാണ് അവരെ വിളിച്ചത്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിന്ദിച്ചു, പരിഹസിച്ചു. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നിനക്ക് ഒരു പോസിറ്റിവിറ്റിയും നിനക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഒരു റിസൾട്ടും ചിലപ്പോ വന്നെന്ന് വരത്തില്ല. ഒരു അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായെന്ന് വരികയില്ല. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കണം, ഒരു പ്രീമച്വർ ആൻസർ അല്ല നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറുപിറുപ്പും ആമേൻ സംശയം എല്ലാം നമ്മുടെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എല്ലാം ഹോപ്പ്ലെസ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട് കൊട്ടേഷനുകളിൽ, സ്തോത്രം, എൻ്റെ ഒരുപാട് കൊട്ടേഷൻസ് ഉണ്ട്. ആമേൻ, ഹോപ്പ്ലെസ് പ്രയർ വിൽ ബ്രിങ് ഓൺലി ദി ഷേപ്പ്ലെസ് ആൻസർ. അപ്പോൾ നമ്മൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ള പ്രാർത്ഥന അല്ല നമുക്ക് ആവശ്യം. ദൂരെ കണ്ട്, വിശ്വാസത്തിൽ കണ്ട്, ആത്മാവിൽ കണ്ട്, എല്ലാം എംപ്റ്റി ആയിരിക്കുമ്പോൾ ഈ താഴ്വരകളിൽ കുഴികളെ വെട്ടാൻ ദൈവം പറഞ്ഞാൽ നീ വെട്ടണം. അത് വരൾച്ചയുടെ സീസണാണ്. എന്നാൽ ഈ താഴ്വരകളിൽ കുഴികളെ വെട്ടുവീൻ, ഞാൻ അതിൽ കൊണ്ട് വെള്ളം നിറയ്ക്കും. നിങ്ങൾ മഞ്ഞ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഈ താഴ്വരകളിൽ കുഴികളെ വെട്ടുവീൻ. ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ലെങ്കിലും, എല്ലാം ഡ്രൈ ആയി കിടക്കുന്നെങ്കിലും, നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ കാലിയായിരിക്കും. നിങ്ങളുടെ തുച്ഛമായ വരുമാനം കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളിൽ ആമേൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ ദൈവശബ്ദം താഴ്വരകളിൽ കുഴിവെട്ടാൻ പറഞ്ഞാൽ വെട്ടിക്കോണം. മഴയില്ലല്ലോ കർത്താവേ, ആമേ മौसम की हालत ठीक नहीं है, अभी तो बारिश का घड़ी नहीं है. ഇപ്പോൾ അതേ മഴയുടെ സീസൺ അല്ല, അതിനെക്കുറിച്ച് കാർമേഘം ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത്, നിന്റെ സിറ്റുവേഷനെ നോക്കി നീ വിലയിരുത്തി ദൈവശബ്ദം ബുദ്ധിയുടെ തുലാസിൽ തൂക്കി എറിയാനല്ല, കുഴിവെട്ടാൻ ദൈവം പറഞ്ഞെങ്കിൽ ഏദോമിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാൻ കഴിയുന്നവനാണ് നിന്നോട് അരുളി ചെയ്യുന്നത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഏദോമിൽ നിന്ന് വെള്ളം തിരിച്ചു വരാനിടയായി. 3 ദിവസമായി കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരു ജനത മുഴുവൻ വന്നിരുന്നത് നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവര് വഴി തളർന്നു പോകും. ഇവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരാണ്. കർത്താവിന് വന്ന എല്ലാവരെയും അറിയാം, അല്ലേ? സ്തോത്രം. ഒന്ന് യോഗത്തിന് വന്നേച്ച് പോകാൻ വന്നവരാ, പക്ഷേ 3 ദിവസമായി കർത്താവിനെ പിരിയാൻ വയ്യ. നോക്കിയേ, ആമേൻ. പത്രോസും ദൈവ തേജസ് കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവവചനം വളരെ ഉത്സാഹത്തോടെ, വളരെ താല്പര്യത്തോടെ നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ, ഓരോരുത്തരും ഇരുന്ന കമന്റും ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞ് എന്നെ മെസ്സേജ് ഇടുമ്പോൾ, നാളത്തെ ക്ലാസ് ആമേൻ ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് നോക്കുകയായിരുന്നു. ബ്ലസ്സൻ റെഡി ആയിരിക്കുന്നു, അതേ അനു റെഡിയായി, അഞ്ചു റെഡി ആയിരിക്കുന്നു. ഓരോരുത്തരും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആമേൻ. ഐഡി സിസ്റ്റർ ടീച്ചറാണ്. ആമേൻ. നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അനു സിസ്റ്റർ വളരെ ഉത്തരവാദിത്വമുള്ള ആളാണ്, ഒരുങ്ങിയിരിക്കുകയാണ്. പല ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം പഠിക്കുവാൻ നല്ല അംശം തെരഞ്ഞെടുത്ത മറിയെപ്പോലെ എൻ്റെ വാത്സല്യ സഹോദരിമാരെ, ആമേ വാത്സല്യ സഹോദരന്മാരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന എഫോർട്ട് ഒരിക്കലും തിന്മയ്ക്ക് വരത്തില്ല. അത് വലിയ സമ്പാദ്യവും ദൈവസേനയുള്ള നിശ്ചയവുമാണ്. കർത്താവിനോട് പറഞ്ഞത്, ഇങ്ങനെ അവരെ വഴിയിൽ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. നോക്കിക്കേ, അഡ്വാൻസ്ഡ് ആയിട്ട് നിന്റെ ക്ഷീണമറിയാവുന്ന ദൈവം, പോകുന്ന വഴിയിൽ നിനക്കൊരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ അറിയുന്ന ദൈവം പറയുകയാണ്, ഇവർക്ക് ഭക്ഷണം കൊടുത്തു വിടണം.
ശ്രദ്ധിച്ചേ. അപ്പോൾ എന്താ? 5 അപ്പവും 2 മീനും ഒരു ബാലകന്റെ കയ്യിലുള്ളൂ. സ്തോത്രം. കർത്താവ് പറഞ്ഞത് എന്താ? പന്തി പന്തിയായിട്ടിരുത്തുവിൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 എന്നാ കണ്ടേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ എണ്ണവും അത്രയും തന്നെ കാണും. പിന്നെ ഇരട്ടി കുഞ്ഞുങ്ങൾ 10-20,000 പേര് കാണുമല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ 5000 പുരുഷന്മാരെ പന്തി പന്തിയായിട്ട് ഇരുത്തിയിരിക്കുന്നു. അപ്പം എത്രയുണ്ട്? 5. മീൻ എത്രയുണ്ട്? 2. അപ്പൊ മാത്സ് അറിയാവുന്നവര് പറഞ്ഞേ, ഒരപ്പം എത്ര പേർക്കേ ഉള്ളൂ? ഒരപ്പം 1000 പേർക്ക്, ഒരു മീൻ 2500 പേർക്ക്. അങ്ങനെയല്ലയോ മാത്സ് വരുന്ന? 5000ന്റെ കണക്ക് വരികയാണെങ്കിൽ നോക്കുക. അപ്പൊ ഇതെങ്ങനെ സാധിക്കും സഹോദരങ്ങളെ? നമ്മുടെ മാത്സ് ഒക്കെ പലപ്പോഴും ഫെയിലിയർ ആണ്, അട്ടർ ഫെയിലിയർ ആണ്. നമ്മുടെ ഈ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിപ്പോകും. കാരണം ഉണ്ടാകട്ടെ, പെരുകട്ടെ, കൂടട്ടെ, പറക്കട്ടെ, മുളച്ചു വരട്ടെ, വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കിൽ തന്നെ എല്ലാം ഉളവാക്കിയ ദൈവത്തിന്റെ കൈകളിലേക്ക് എണ്ണിക്കൊടുത്തപ്പോൾ കൊട്ടക്കണക്കിന് ചുമപ്പാനിടയായി. സ്തോത്രം. ആമേൻ. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ പരിമിതിയിൽ ദൈവസന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ വർധന വയ്ക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ചത് പെറുക്കിയെടുത്തപ്പോൾ 12 കൊട്ടയാ അവരുടെ കയ്യിൽ കിട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? വചനം പറയുന്നു, ആമേൻ, നീ കർത്താവിന്റെ കൈകളിൽ നിന്റെ വിഷയത്തെ ഒന്ന് കൊടുത്തു നോക്കിക്കേ, നിന്റെ ക്രൈസിസിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, നീ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്ന് വിതച്ചു നോക്കിക്കേ. ആമേൻ. കർത്താവ് പറയുന്നത് അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിന്റെ മടിയിൽ നൽകും. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. നോക്കുക, പരിഹസിക്കാൻ ഒരു കാലം ദൈവം അനുവദിച്ചു. അതേ മനുഷ്യർ ഇവിടെ എന്താ കാണുന്നത്? സ്തോത്രം. അവർക്ക് തന്നെ അല്പന്മാരായി തോന്നി. മനസ്സിലായോ നിങ്ങൾക്ക്? ആമേ. ഇറങ്ങിത്തിരിച്ചപ്പോൾ കാഴ്ചപ്പാടോടെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ആമേ തോന്നിയതെന്താ? ഇവര് ദുർബലന്മാരാണ്. പരിഹസിക്കട്ടെ ദൈവവേദിലെ, നിന്ദിക്കട്ടെ, താഴ്ത്തിക്കെട്ടട്ടെ, അപമാനിച്ചെന്ന് വരട്ടെ, നിങ്ങൾക്കെതിരെ ദൂഷണം പറഞ്ഞെന്ന് വരട്ടെ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റിമൽ ഖബാരക ശഗദനഗസി. ആമേൻ. എന്നാൽ കർത്താവ് നിന്നെ ഏൽപ്പിച്ചത് പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് നീ സ്റ്റെപ്പ് വെച്ചാൽ, വചനം പറയുന്നു, പറഞ്ഞവർ തിരുത്തി പറയുന്ന സമയം വരും. ഹലോ, പറഞ്ഞവർ തിരുത്തി പറയും. ഉറക്കെ പറയാമോ നിങ്ങളുടെ മുറിയിൽ? എന്നെ അപമാനിച്ചവർ തിരിച്ച് നല്ല വാക്ക് പറയുന്ന ഒരു സമയം വരും. അവിടെ കാണുന്നത് എന്താണ്? നെഹമ്യാവ് ഡിക്ലെയർ ചെയ്തു, പ്രൊക്ലൈം ചെയ്തു, ഉറക്കെ അനൗൺസ് ചെയ്തു. എന്താണ്? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സിസ്റ്റർ നമ്മൾ വായിച്ചത് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആമേ. ഇത് എങ്ങനെ സാധിച്ചു? ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിങ്ങൾക്കെതിരെ അപവാദം പറയുകയും നിങ്ങൾക്കെതിരെ കൗശലം പ്രയോഗിക്കുകയും നിങ്ങൾക്കെതിരെ ആരോപണം പ്രയോഗിക്കുകയും വഞ്ചനപരമായ രീതിയിൽ വ്യാജ പ്രവചനങ്ങൾ പറഞ്ഞ് മനസ്സ് ഡിസ്കറേജ് ചെയ്ത ആളുകളുടെ ഇടയിൽ മുഴുവൻ ആമി അസ്വസ്ഥതയുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി, ആമി പാലയ്ക്ക പോലെ പിരിച്ചു കളയാനായിട്ട് ആ നോക്കിയ ശ്രമങ്ങൾ മുഴുവൻ പ്രാർത്ഥന കൊണ്ട് അവയെല്ലാം അടിഞ്ഞമരുവാനിടയായി തീർന്നു. ഇതാ 52 ദിവസത്തെ ആമേ വലിയ പണിയാണ് അവർ ചെയ്തത്. ഡേ ആൻഡ് നൈറ്റ്. നോക്കുക, ആമേ 10-34 അടി ഉയരമുള്ള 2.5 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള 8.5 അടി വീതിയുള്ള ഈ കൂറ്റൻ മതിൽ പണിതെടുക്കുവാൻ 52 ദിവസം കൊണ്ട് അവരുടെ സ്ഥിരോത്സാഹം, നിരന്തരമായ പ്രാർത്ഥന, കഠിനമായ പരിശ്രമം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും നമ്മൾ വളരെ ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നു. വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ ലക്ഷ്യബോധം, വ്യക്തമായ നിരന്തര പ്രാർത്ഥന, കഠിനമായ പരിശ്രമം അവരെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനിടയായി തീർന്നു. നോക്കുക, ബലവാന്മാർ എന്ന് തോന്നിയവർ ഇപ്പോൾ തങ്ങൾക്ക് തന്നെ
അല്പന്മാരെന്ന് തോന്നിയെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നത്? 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ കാണുന്നു, അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ആര്? ഗവർണറായിരിക്കുന്ന സൻബല്ലത്തിന് വളരെ നാണക്കേടായി മാറി. അവർ ഉന്നതരാണ്, അധികാരമുള്ളവരാണ്, ഞങ്ങളാൽ എന്തു വേണേലും നടക്കുമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത പദ്ധതി മുഴുവൻ ദൈവം പൊളിച്ചയ്യത്ത് കളഞ്ഞു. പ്രാർത്ഥിക്കുന്ന ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൈ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പൈതല് ശത്രു പലതും ലൊക്കേറ്റ് ചെയ്യും, ടാർഗറ്റ് ചെയ്യും, പ്ലാൻ ചെയ്യും. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ദൈവം പെർമിറ്റ് ചെയ്യണം. സേ ആമേൻ. Praise God. നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസികമായ മേഖലകൾക്കെതിരെ പൈശാചിക മണ്ഡലം ഏത് തന്ത്രങ്ങളും ആവിഷ്കരിച്ചെന്ന് വരാം. 9-ൽ പരം തന്ത്രങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനിടയായി. ഏതെഴുന്നേറ്റ് വന്നാലും രാവിലെ ഞാൻ താഴ്മയോടെ നിങ്ങളെ കർത്താവിൽ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു പറയാം, സ്തോത്രം, ദൈവം നിങ്ങളുടെ തലയിലെ സകല മുടിയും എണ്ണിയെങ്കിൽ, കാലിലെ പൊടി എണ്ണിയെങ്കിൽ, അവിടുന്ന് അറിയാതെ, അനുവദിക്കാതെ നിങ്ങളുടെ മേൽ ഒരുത്തർക്കും ഒരു അധികാരം ഉണ്ടാകുകയില്ല. നോക്കുക, ശത്രുവിന്റെ മുമ്പിൽ ഉറക്കെ പറഞ്ഞ കാര്യം സ്വർഗത്തിലെ ദൈവം തങ്ങൾക്ക് സാധ്യമാക്കി കൊടുത്തു. 16-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ നാളുകളിൽ നിന്റെ ശത്രുവിന്റെ മുമ്പിൽ നന്മയ്ക്ക് ഒരു അടയാളമായി നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ആമേ. ശത്രുവിന്റെ മുമ്പിൽ ഒരടയാളമായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റുമെന്ന് നിങ്ങൾക്ക് പറയാമോ? ശത്രുവിന്റെ മുമ്പിൽ നിങ്ങളുടെ എരിവും തീഷ്ണതയും ശുഷ്കാന്തിയും ആത്മഭാരവും ആവേശവും പ്രാർത്ഥനാ ജീവിതവും ദൈവസന്നിധിയിലുള്ള ആവേശവും ദാഹവും ഒക്കെ ഒരടയാളമായി, ഒരു അതിശയ വിഷയമായി മാറ്റുമെന്ന് നിങ്ങൾ ഉറക്കെ പറയണം. കർത്താവിന്റെ വേലയ്ക്ക് ആമേൻ ചുമല് കൊടുത്തില്ല. ആമേൻ. മാത്രമല്ല, അവർ അവിടുത്തെ ജാതീയ ഗവർണറായ തോബിയാവിനോടൊപ്പം നിന്ന് ചാരപ്പണി ചെയ്തു. എന്താണ്? എഴുത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. നെഹമ്യാവിനെതിരെ എഴുത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. തിരിച്ചും അവരെന്ത് ചെയ്തു? എഴുതിക്കൊണ്ടേയിരുന്നു, ചാരപ്പണി ചെയ്തു എന്നാണ് നമ്മൾ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താണ്? സ്തോത്രം. അപ്പോൾ 18-ാം വാക്യത്തിൽ കാണുന്നത്, ആമേൻ, അവിടെ മറ്റൊരുവൻ എന്താണ്? തോബിയാവിന്റെ അരികിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് ആമേ സൗഹൃദ സ്നേഹം നടിച്ച്, കൂടെ ഉണ്ടെന്ന് നടിച്ച്, ആമേ ഞാനും നിന്നോടൊപ്പം ഉണ്ടെന്നൊക്കെ ഉള്ളതായ വ്യാജ സ്നേഹത്തിന്റെ മുഖം മൂടിയിട്ട് വന്ന് രഹസ്യങ്ങളെ ചോർത്തി. സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന ആളുകളെ ആത്മകണ്ണിലൊന്ന് വിവേചിക്കണം. പലർക്ക് 2 മുഖം ചിലപ്പോൾ കണ്ടെന്ന് വരും. മൾട്ടിപ്പിൾ ക്യാരക്ടറുള്ള ആളുകൾ കണ്ടേക്കാം. നിങ്ങൾ ഇവരെയൊക്കെ തിരിച്ചറിയണം. ആള് കൂടുന്നതല്ല ആത്മീയം. കർത്താവ് പറഞ്ഞു, wherever 2 or 3 gather in my name, അവിടെ കർത്താവുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ആളില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും കൂട്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. സ്തോത്രം, സ്തോത്രം. ആമേ. വ്യാജ സ്നേഹത്തിന്റെ ഉൾമുറിയിലെ പതിയിരിപ്പ് തിരിച്ചറിയാതിരുന്ന ശിംശോന്റെ ജട പോയത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ വിവേചനമുള്ളവരായി നിൽക്കണം. അതുകൊണ്ട് അനാവശ്യമായി നിങ്ങളുടെ സ്വകാര്യ രഹസ്യങ്ങൾ, നിങ്ങളുടെ ഫാമിലി രഹസ്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ നന്മയുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ അഭിവൃദ്ധിയുടെ രഹസ്യങ്ങൾ, അത് നിങ്ങളും ദൈവവും മാത്രം സൂക്ഷിക്കേണ്ടതാണ്. അത് സാക്ഷ്യത്തിന് കൊഴുപ്പുണ്ടാകുമെന്ന് വിചാരിച്ച് പരസ്യമായി പ്രസ്താവിച്ച് സാത്താൻ അസൂയയുടെ ആത്മാവ് ഉണ്ടാക്കി നിങ്ങളുടെ വാതിലുകൾ കുട്ടിയടയ്ക്കാൻ ഇടയാക്കരുത്. ആശാ വിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവം തന്ന നന്മകളും ദൈവം തന്ന ഉപകാരങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും നിയോഗിക്കുന്നതും ആത്മാവ് നിർബന്ധിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ഇൻവോൾവ് ആകുകയും ബാക്കി കാര്യങ്ങളിൽ വിശ്വസ്തരായ കുടുംബജീവിതം നയിക്കുവാൻ, മാതൃകാ മാതാവായി ജീവിപ്പാൻ, മാതൃകാ പിതാവായി ജീവിപ്പാൻ, ആമേൻ, ഭക്തിയുള്ള യഹോവ ഭക്തനായ ഒരു പുരുഷനായി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഇരിക്കുവാൻ, ദൈവഭക്തിയായ ഒരു ജീവിത പങ്കാളിയായി നിങ്ങളുടെ പ്രിയപ്പെട്ടവനോടൊപ്പം ആയിരിക്കാൻ നിങ്ങൾ
പരിശ്രമിക്കണം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യം ചോർത്താൻ ആത്മസ്നേഹിതരുടെ വേഷത്തിൽ വരുന്നവരെ നെഹമ്യാവ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആമേൻ. സ്തോത്രം. ഊമക്കത്തുകൾ നിരന്തരമായി പരദൂഷണത്തിന്റെ കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു നമുക്കെതിരായി. ആമേൻ. ദോഷത്തിന്റെ വാക്കുകളും ആമേൻ അതേ സന്ദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇടറി ആടിപ്പോകാൻ ഇടവരാതെ കർത്താവിന് വേണ്ടി ഉത്തമരായി നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നാം അതേ 6-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈവനിങ്ങിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് അല്പനിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. എലിസബത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. റമന ശഗദുനി ഘടകസിയ അന്തൽഖജാലഗദനിയ. യേശുവിന്റെ രക്തം ജയം. എലിസബത്ത് മരിയ ലൈനിലുണ്ടോ? പ്രാർത്ഥിച്ചാട്ടെ മോളെ. Praise God. Thank you, Jesus. Amen, amen, amen. Thank you, Lord. Thank you, Lord. Praise God, praise God, praise God. അമ്പിളി ശ്രീമാൻ പ്രാർത്ഥിച്ചാട്ടെ. Thank you, my Lord. Hallelujah. Praise God, praise God. അമ്പിളി ശ്രീമാൻ. Oh, Jesus. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്റെ സന്നിധിയിലായിരിക്കാൻ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ എല്ലാം കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ ആലോചന പ്രകാരം ഹല്ലേലൂയ കർത്താവെ ചുവടുകൾ എടുത്തു വച്ചപ്പോൾ ഹല്ലേലൂയ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളെ കർത്താവെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കർത്താവെ നെഹമ്യാവിന് വേണ്ടി ചെയ്തതുപോലെ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ ആലോചന പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ കർത്താവെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അസാധ്യങ്ങളുടെ ദൈവം കർത്താവെ അവിടുന്നാകയാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഞങ്ങളുടെ ഓരോരുത്തരെയും കർത്താവെ ഹല്ലേലൂയ ജീവിതത്തിൽ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ആത്മനിയോഗത്തോടെ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ കർത്താവെ അതിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ഹല്ലേലൂയ നിന്റെ മക്കൾക്കായി സ്തോത്രം. നിന്റെ ദാസനെ കർത്താവെ ശക്തിയോടെ കരങ്ങളിലെടുത്തതിനായി സ്തോത്രം, ശക്തീകരിച്ചതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവെ, നിന്റെ വചനത്തിൽ നിന്ന് വീണ്ടും കർത്താവെ പഠിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾ കേട്ട ഓരോ വചനങ്ങളും കർത്താവെ അത് അയവിറക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി വീണ്ടും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണം കർത്താവെ. അങ്ങേ ദിവസങ്ങളിൽ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനയുടെ മതിലുകൾ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ അത് കെട്ടിപ്പൊക്കുവാൻ കർത്താവെ ഹല്ലേലൂയ അതുപോലെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതെല്ലാം മതിലുകളുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ആശ്രയിച്ച് അത് കെട്ടിപ്പൊക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ആത്മശക്തിയാൽ അവിടെ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന ജീവിതങ്ങളുടെ ഇടയിലേക്ക് കർത്താവെ നീ ഞങ്ങളെ അയക്കണമേ. ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണോ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലെ ആവശ്യം കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ ചിലരെ കൈപിടിച്ചുയർത്തുവാൻ, തകർന്നു കിടക്കുന്നവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവം തൊട്ടവരെ കർത്താവെ കൂട്ടി വരുത്തുവാൻ ഹല്ലേലൂയ എന്താണോ അന്ന് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ വേല ആ ദിവസങ്ങളിൽ കർത്താവെ വ്യക്തമായ ഒരു ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലാക്കി അത് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ നിന്റെ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ മീറ്റിംഗ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Pastor Mute. Praise God. മറ്റൊരാളൂടെ പ്രാർത്ഥിച്ചാട്ടെ. Praise God. Amen. Jesus. Amen. 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 സ്തോത്രം സ്തോത്രം സ്തോത്രം
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം 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 യേശോബജാ, സ്തോത്രം കർത്താവേ. അനുഗ്രഹീതമായ പൽക്കാലത്തിനായി കർത്താവേ നന്ദി പറയുന്നു. അഭിഷന്റെ സന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് കൃപ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ഹല്ലേലൂയ ദാസനെ ദൈവശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം അപ്പച്ചാ. ദൈവമേ, അത് ഞങ്ങൾക്ക് ജീവിതത്തെ ഓരോ ദിവസവും കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ ഹല്ലേലൂയ ദൈവം ഒരുക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കർത്താവേ ഓരോ ദിവസവും ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പച്ചാ. ഞങ്ങൾ ചിന്തിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ നടത്തുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി എന്റെ ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ദൈവമേ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാനോ കർത്താവേ നിന്റെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ. നിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന ദൈവമേ, ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി നന്ദി അപ്പച്ചാ. മനുഷ്യരാ ബലഹീനരാ കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പച്ചന്റെ സന്നിധിയോട് അടുത്തു വരും തടസ്സമായിട്ട് പല കുറവുകളും ഉണ്ട്. എന്നാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഓരോ ദിവസവും നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ ശ്രേഷ്ഠന്മാർ പട്ടുപോയ ഹല്ലേലൂയ ഭൂമിയില കർത്താവ് ഞങ്ങളെ ഒരു ദിവസം കൂടെ കർത്താവേ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസിൽ ഒരു ദിവസം കൂടെ കൃപയ്ക്കായി സ്തോത്രം. ദൈവദാസനെ ദൈവം നിർത്തിക്കൊള്ളണമേ. ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ ദിവസം വരെ ദൈവം അനേകരെ ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് വലിച്ചെടുപ്പാൻ ആത്മാവിന്റെ ശക്തി ദാസന്റെ മേൽ പകരണമേ കർത്താവേ. നിന്റെ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തെ ദൈവം അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവേ. വചനന്റെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവം നടത്തണമേ കർത്താവേ. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം ഓരോ ദിവസം എടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. കൂട്ടായി കൊടുത്ത ദാസിയെ കുഞ്ഞുങ്ങളെ കർത്താവേ കൊച്ചുമക്കളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ശത്രു തൊടുവാൻ അനുവദിക്കരുത്. ശരീരത്തിന് ബലം ദാസനെ ശക്തിയോട് അവിടുന്ന് നിർത്തിക്കൊള്ളണമേ കർത്താവെ. കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി അനുഗ്രഹിക്കണമേ. ശത്രു ആരിലും പ്രവർത്തിപ്പാ ദൈവം അനുവദിക്കരുത്. കുടുംബജീവിതങ്ങളിൽ സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുക്കണം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണം. മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് ദൈവം ആശ്വാസം കൽപ്പിക്കണം. തലമുറകളെ ദൈവം മടക്കി കൊണ്ടുവരണം. ദൈവരാജ്യത്തിന് കെട്ടുപടിക്ക് വേണ്ടി നിലനിൽക്കുന്ന തലമുറകളാക്കി ദൈവം തീർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കേട്ട വചനം എന്നോട് ദൈവം സംസാരിച്ചു. ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ഏറ്റെടുത്ത് ജീവിപ്പാ എന്നെ അവിടുന്ന് ശക്തീകരിക്കണം. ദുഷ്ടന്റെ മുമ്പിൽ ഇരിക്കും എന്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുവാൻ, അരുതാത്ത കാര്യങ്ങളിൽ ഇടപെടുവാൻ ഹല്ലേലൂയ ദൈവം അനുവദിക്കാതെ എന്റെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാക്കണമേ കർത്താവേ. ദൈവമേ, രാത്രി നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവം ഇത്രത്തോളം പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ ദൈവവചനം കേൾക്കുവാൻ, ഗ്രഹിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തോത്രം അപ്പച്ചാ. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. മറുപടി അയച്ചിനായി സ്തോത്രം യേശു നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേരണായിട്ടും നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഒരു പ്രിയപ്പെട്ടവൻ എന്നെ അറിയിച്ചു, 1 സെന്റ് സ്ഥലത്തിന് അദ്ദേഹം സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ് പേര് വെളിപ്പെടുത്തരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. മറ്റൊരു പൈതലും 1/4 സെന്റ് സ്ഥലത്തിന് സ്പോൺസർ ചെയ്യുവാനായിട്ട് വാക്ക് പറഞ്ഞു. ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൾ 2 സെന്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. സ്തോത്രം. ഒരാള് 1/2 സെന്റിനായി ക്രമീകരിച്ചു. അങ്ങനെ ഇപ്പോൾ 3.5 സെന്റിന്റെ കാര്യങ്ങളായിട്ട് 22 സെന്റാണ് നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. എല്ലാവരും ചേർന്ന് 2-3 പേർക്ക് ആ വിഷയത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിയോഗമുള്ളവര് 1-2 പേര് പ്രാർത്ഥിച്ചാണ്. താങ്ക് യു മൈ ജീസസ്. ഫാദർ ഗോഡ് വി പ്രൈസ് ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരിക. കർത്താവേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
ഹല്ലേലൂയ കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളെ ഒരുക്കി കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. ഹല്ലേലൂയ കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ അപ്പാ സ്തോത്രം. ദേവദാസന് കർത്താവ് കൊടുത്ത വിഷൻ പ്രകാരം കർത്താവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം ചെയ്യുന്ന ദാസന് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ, അങ്ങയുടെ നിയോഗ പ്രകാരമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, പ്രേയർ ടവറിന് വേണ്ടി കർത്താവേ സ്തോത്രം ദേവദാസനായിരിക്കുന്നത് കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ. കർത്താവേ സ്തോത്രം ചെയ്യുന്ന അതിന്റെ ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ. ഹല്ലേലൂയ കർത്താവേ, ദൈവമേ സ്തോത്രം ചെയ്യുന്ന 22 സെന്റ് സ്ഥലം കർത്താവേ സ്വർഗം കണ്ടിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അത് വാങ്ങുവാനും കർത്താവേ, അവിടെ ആ ബിൽഡിംഗ് പണിയുവാനും കർത്താവേ, പ്രേയർ ടവർ പണിയുവാനും കർത്താവേ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അത് പണിതെടുക്കുവാൻ, സ്ഥലം വാങ്ങിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കർത്താവ് സംഗ്രഹിച്ച് ചിലരുടെ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്ന നാഥ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്നത് കർത്താവേ ദേവദാസന്റെ കരങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം കർത്താവ് വഴികളെ തുറക്കണമേ. സ്വർഗീയ ഭണ്ഡാരം കർത്താവേ ചില ജീവിതങ്ങളിൽ കൂടി കർത്താവ് അത് ഒരുക്കി കൊണ്ടുവന്ന് തരുന്നതിനായി സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. സ്വർഗം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ. നന്ദി യേശുവപ്പ. ദൈവം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേകർ കർത്താവേ അവിടെ കടന്നു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിടുതൽ പ്രാപിപ്പാൻ ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഭവനമാത. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. തക്ക സമയത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥ. അത് വാങ്ങുവാനും അവിടെ കർത്താവേ പ്രേയർ ടവർ പണിയുവാനും കർത്താവേ അനേകായിരങ്ങൾ കർത്താവേ അവിടെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിപ്പാനും കർത്താവേ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നന്ദി യേശുവപ്പ. സ്തോത്രം ചെയ്യുന്ന നാഥ. സകലത്തിനായി സ്തോത്രം ദൈവം ചെയ്തെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സകലത്തിനായി സ്തോത്രം. പ്രാർത്ഥനയായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഒരാളോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ വിധവയുടെ കാശിനും വളരെ വിലയുള്ളതാണ്. അതുകൊണ്ട് പങ്കാളിത്തം നിങ്ങളെ കർത്താവ് നിർബന്ധിക്കുന്നെങ്കിൽ, നിയോഗിക്കുന്നെങ്കിൽ മാത്രം, ഒരു പ്രഷറും ഇല്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒരു വറീസും ആവശ്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ അമൂല്യനിധി. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂസ് ടു പ്രേ പ്ലീസ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാവിലെ നന്ദിയോടെ സ്തുതിക്കുന്ന പാസ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രാർത്ഥനയ്ക്കായി പറഞ്ഞ വിഷയം എന്റെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. ആ പ്രവർത്തനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം അതിന് കൂടെ ഇരിക്കുമാറാകണമേ അപ്പാ. നിന്റെ ദാസന് നല്ല ദർശനത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന പാസ്തോത്രം ചെയ്യുന്ന കർത്താവേ. നല്ല വിഷനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ. അതിന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ. ഫൈനാൻഷ്യലായ എല്ലാ ആവശ്യങ്ങളിലും സ്വർഗ സഹായിക്കുമാറാകണമേ കർത്താവേ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനത് തീർത്തു തരാമെന്ന് അരുളിച്ചത് ദൈവമേ. മനുഷ്യരല്ല സാധ്യമെങ്കിലും എന്റെ ദൈവത്താൽ സകലവും സാധ്യമാണ് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഭയങ്കര കാര്യങ്ങളെ ചെയ്യുന്നവനെ, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു പറയത്തക്കവണ്ണം ദൈവ പ്രവൃത്തിയ വിഷയത്തിന്മേൽ വെളിപ്പെടുമാറാകണമേ കർത്താവേ. യെരൂശലേമിന്റെ മതിൽ പണിയേണ്ടതിന് നെഹമ്യാവിനെ ഓർപ്പിച്ചുണർത്തിയ ദൈവമേ, ചില വ്യക്തി ജീവിതങ്ങളോട് സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ ഇടപെടുമാറാകണമേ. അതിലേക്ക് കരങ്ങളെ നീട്ടേണ്ടതിന് സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ ചിലരെ ഓർപ്പിച്ചുണർത്തുമാറാകണമേ കർത്താവേ. അതിനാവശ്യമായ നന്മകളെ സ്വർഗ്ഗമേ നീ ആത്മാക്കളുടെ കൈകളിൽ നൽകുമാറാകണമേ അപ്പാ. ദൈവ പ്രവൃത്തി വെളിപ്പെടും
ബലപ്പെടുവാനിടയാക്കുമാറാകണമേ കർത്താവേ. പറഞ്ഞ ഡേറ്റിനകത്ത് തന്നെ ആവശ്യമായ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ലഭിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. അതിന്റെ എല്ലാ പണി കാര്യങ്ങളിലും എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നുവെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുവല്ലോ കർത്താവേ. നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ. അത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ കർത്താവേ. അനേകർക്ക് ആശ്വാസ ഭവനമായി ഒരു വിശ്വാസ ഭവനമായ പ്രവർത്തിയുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമേ കർത്താവേ. അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുവാൻ നിന്റെ ദാസനെ സ്വർഗം ബലപ്രദമേ ശക്തീകരിക്കണമേ. ആത്മനിയോഗത്താൽ നയിക്കുമാറാകണമേ കർത്താവേ. അപ്പാ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. സകല ദൈവ മഹത്വത്തിനാക്കി തീർക്കണമേ. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ മറുപടി നൽകിയിരിക്കാൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. എല്ലാവിടുത്തെ പൊന്നുകാര്യങ്ങൾ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പൊന്നു തിരുനാമത്തിൽ കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചേർന്ന് ആശീർവാദം ഒരുമിച്ച് എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും ഇരിക്കുമാറാകട്ടെ. ഈ വാക്യം എല്ലാവരും പഠിക്കണം. സെമിനാരി വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കേണ്ടതായതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പരിശീലനം നമ്മൾ നൽകുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങൾ വീണ്ടും ഈ ക്ലാസ്സുകൾ കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 1 by 1 ആയിട്ട് വോളിയമായിട്ട് നിങ്ങൾക്ക് അതിലുണ്ടല്ലോ. ഒന്നും മിസ് ചെയ്യരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരുമായ ആളുകൾക്ക് കർത്താവിൽ വളരാനോ സിസ്റ്റമാറ്റിക്കലായ ദൈവവചനം പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് അവരും ദൈവവചനം പഠിച്ച് ഉത്സാഹികളാകട്ടെ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. See you in the